ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് മലേഷ്യയിലെ കോലാലംപൂർ എയർപോർട്ടിലാട്ടോ. ഞാൻ ശരിക്കും സിഡ്നി പോകുന്ന വഴിക്ക് മലേഷ്യയിലെ ഒരു ട്രാൻസിറ്റ് എടുത്ത് ഒരു 13 മണിക്കൂർ മലേഷ്യ കറങ്ങാമെന്ന് വിചാരിച്ച് ഇവിടെ ഇറങ്ങിയാട്ടോ. നമ്മൾ ഇന്ത്യൻ സിറ്റിസൻസിന് മലേഷ്യയിലോട്ട് കയറാൻ വിസയുടെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ ട്രാവൽ ചെയ്യുന്നേക്കാൾ 3 ദിവസം മുന്നേ MDAC ഫോം ഫില്ല് ചെയ്ത് നമുക്ക് കയറാവുന്നതാണ്. ഞാൻ ഈ വീഡിയോയിൽ ആ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം, എങ്ങനെ ട്രാൻസിറ്റിൽ ഇറങ്ങി ഇവിടെ ഒരു ടൂർ പാക്കേജ് എടുത്തു, ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. MDAC അഥവാ മലേഷ്യ ഡിജിറ്റൽ അറൈവൽ കാർഡ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഈ താഴെ കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റിൽ കയറുക. അതിനുശേഷം രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുക. അതായത് പേര്, പാസ്പോർട്ട് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ ഫില്ല് ചെയ്ത ശേഷം താഴെ നമുക്ക് ട്രാവൽ ഡീറ്റെയിൽസും കൂടി കൊടുക്കേണ്ടതാണ്, വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ട്രാവൽ ഡീറ്റെയിൽസിൽ ആദ്യം തന്നെ ഡേറ്റ് ഓഫ് അറൈവലാണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ ട്രാവൽ ചെയ്യുന്നേക്കാളും 3 ദിവസം മുന്നേ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ, അതായത് നമ്മൾ എപ്പോഴാണ് പോകുന്നത്, അപ്പോൾ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഇവിടെ കാണിക്കേണ്ടത്. മോഡ് ഓഫ് ട്രാവൽ എയർ ആയിരിക്കും, ഫ്ലൈറ്റിൽ പോകുന്നതുകൊണ്ട് ഷിപ്പാണെങ്കിൽ ഷിപ്പ് കൊടുക്കാം. ലാസ്റ്റ് പോർട്ട് ഓഫ് എംബാർക്ക്മെൻറ്റ് ഇന്ത്യ ആയിരിക്കും, കാരണം അത് എവിടെ നിന്നാണ് നമ്മൾ ലാസ്റ്റ് പോകുന്നത് എന്നാണ് ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. പിന്നെ നമ്മളുടെ ഫ്ലൈറ്റ് വെസൽ നമ്പർ, അത് നമ്മളുടെ ടിക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും, അത് കൊടുക്കുക. അക്കോമഡേഷനിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ നിന്ന് കൊടുക്കാം, സ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ അതേഴ്സിന് കൊടുക്കാം. അതേഴ്സ് കൊടുത്ത ശേഷം അഡ്രസ്സിൽ കോലാലംപൂർ എയർപോർട്ട് കൊടുക്കാം. അഥവാ നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ അഡ്രസ്സ് കൊടുത്താൽ മതി. പിന്നെ കോലാലംപൂർ എയർപോർട്ടിൻ്റെ സ്റ്റേറ്റും സിറ്റിയും സിപ്പ് കോഡ്, അതായത് പിൻ കോഡും കൂടി കൊടുത്ത ശേഷം നമുക്ക് താഴെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ചെയ്തപാടെ തന്നെ നമുക്കൊരു ഇമെയിൽ വരും. അപ്പോൾ ആ ഇമെയിൽ വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാം. യൂഷ്വലി അവർ ചോദിക്കാറില്ല, ഞാൻ പോയപ്പോൾ ചോദിച്ചില്ല, പക്ഷേ ചിലപ്പോൾ ചോദിച്ചാൽ പ്രിൻ്റ് കാണിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ എയർപോർട്ടിൽ ലാൻഡായി നമുക്ക് ആദ്യം പോയി കറൻസി എക്സ്ചേഞ്ച് ചെയ്തിട്ട് വരാം. നമ്മളങ്ങനെ ഓസ്ട്രേലിയൻ ഡോളേഴ്സ് കൊടുത്ത് കുറച്ച് മലേഷ്യൻ റിങ്കറ്റ്സ് അഥവാ മൈര് വാങ്ങാൻ പോവാണ്. $100 നമുക്ക് 234 റിങ്കറ്റ്സ് കിട്ടി. ഇനി നേരെ ഇമിഗ്രേഷനിൽ പോകുമ്പോൾ നമുക്കവിടെ എന്തെങ്കിലും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യണം. ഇവിടെ മാക്സിമം $10,000 സാധനം മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനേക്കാൾ കൂടുതലുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അവിടെ ഡിക്ലെയർ ചെയ്യണം. ചിലപ്പോൾ അവർ എലോ പോലും ചെയ്യില്ല. അപ്പോൾ മലേഷ്യയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ കാര്യം സൂക്ഷിക്കണം. ഹലോ, എന്താ വാങ്ങിച്ചേ? രാവിലെ തന്നെ ബർഗറും കോക്കും. ഇവളാര് സായിപ്പിൻ്റെ മോളോ? ഇവിടെ ഫുഡ് കഴിച്ച ശേഷം നമ്മൾ ക്ലീൻ ചെയ്യണോ ഓസ്ട്രേലിയ പോലെ, അതോ നമ്മളെ നാട്ടിലെ പോലെ ടേബിളിട്ട് പോകണോ അറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞാനിവിടെ ഒരു ട്രാൻസിറ്റ് ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 13 ഹവേഴ്സിൻ്റെ ലേ ഓവർ ഇല്ല കാരണം ഇവിടെ വെറുതെ കറങ്ങാമെന്ന് പറഞ്ഞാൽ ഒരു ടൂർ ബുക്ക് ചെയ്താട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ടൂർ ഗൈഡ് ചേട്ടനെ തപ്പി നടക്കുവാണ്. ഞാൻ എങ്ങനെ ഈ ടൂർ ബുക്ക് ചെയ്തതെന്ന് ഇനി പറഞ്ഞുതരാം. ഞാൻ മലേഷ്യയിലെ ട്രാൻസിറ്റിൽ കറങ്ങാൻ വേണ്ടി കുറേ വെബ്സൈറ്റ് ഞാൻ ചെക്ക് ചെയ്തു. അവസാനം വയാട്ടർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് എനിക്ക് കിട്ടിയത്. ഇതിൽ നിന്നാണ് ഞാൻ ബുക്ക് ചെയ്തത്. നമ്മൾ 2 പേർക്ക് ഏകദേശം 10,000 റുപ്പീസിൻ്റെ അടുത്തായി ഒരു ദിവസത്തെ ഫുൾ ടൂറിന് വേണ്ടി, വിച്ച് ഐ ഫീൽ ഈസ് ഓക്കെ. ഞാൻ ഇവരെ തന്നെ ബുക്ക് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവരെ വെബ്സൈറ്റ് നോക്കിയപ്പോൾ ഇവർ നമ്മൾ കൊണ്ടുപോകുന്ന ലിസ്റ്റ് ഓഫ് പ്ലേസസിൽ എല്ലാ മേജർ അട്രാക്ഷനും കവർ ആവുന്നുണ്ടായിരുന്നു. സോ ഐ ഗോട്ട് ഇംപ്രസ്ഡ് ആൻഡ് ഈ ഒരു എമൗണ്ടിൽ ഇത്രയ്ക്കും നല്ലൊരു പാക്കേജ് എനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ഇതാ നമ്മളെ ചേട്ടൻ വണ്ടി എടുത്തോണ്ട് വന്നിരിക്കുന്നു. Tall building, they build a bridge, and so it looks different, so they can charge you more. Yeah. See, example, this one is an apartment. We call it a condominium. It's one of the expensive in Cyberjaya because on top they have the bridge, and then that bridge on top there all is a hall. You know, people renting for the birthday, wedding dinner, event, all this. And this is one of the expensive event hall in Cyberjaya. നമ്മളെന്നിട്ട് ചേട്ടൻ ആദ്യം ലിറ്റിൽ ഇന്ത്യ പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയ. ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ചെല്ലപ്പേരാണ്, ഇതിൻ്റെ ശരിക്കും വലിയ പേര് ബ്രിക്ക്ഫീൽഡ്സ് ആണ്. സോ ഇവിടെ മൊത്തം അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ, റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ ഇവിടെ താമസിക്കുന്ന മിക്ക ആൾക്കാർ ഇന്ത്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ലിറ്റിൽ ഇന്ത്യ എന്നാണ് വിളിക്കുന്നത്.
See all Oh, there are like lots of temples this area. 4 temples. as usual our sweets all here. Yeah. Oh, there is another one. See this temple, they build more like a Tamil Nadu concept. Yeah, exactly. ഈ ഒരു ഏരിയ നോക്കിയാൽ മൊത്തം ഇന്ത്യൻ ഷോപ്പും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ്. അടിപൊളി. On the right hand side more shops, but then they close all. Now they open later. No music also, later like music or 10 o'clock. And this is our subway. Oh. It's built in 1886. Now it's under renovation. This is railway station? Yeah. And, Does it? opposite of this It a looks like beautiful a building. palace. Built 1886, you know. Yeah. It is opposite of this building. It's built by British Railway Management Office. Oh. But today our Malaysian Railway Department use as their headquarters. You see the car all still working, you know. ചേട്ടൻ നമ്മൾ ആദ്യം നാഷണൽ മോസ്ക് ഓഫ് മലേഷ്യയിലോട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ ചേട്ടൻ ഇവിടെ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ വേൾഡ് സെക്കൻഡ് ടോളസ്റ്റ് ബിൽഡിംഗ് കാണാൻ പറ്റും. അതെ, മെർഡക്ക. ഇതിൻ്റെ ഹൈറ്റ് 679 മീറ്റേഴ്സ് ആണ്. അതായത് ബുർജ് ഖലീഫിനേക്കാളും 150 മീറ്റർ കുറവ്. മലേഷ്യയിൽ മെർഡക്ക എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ആണ് കേട്ടോ അർത്ഥം. അടുത്തതായി നമ്മൾ വന്നത് മെർഡക്ക സ്ക്വയറിലാണ്. മെർഡക്ക സ്ക്വയറിലാണ് മലേഷ്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി ഇവിടുത്തെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ വന്ന് മെർഡക്ക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ മെർഡക്ക സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ തന്നെ ഒരു വലിയ ലൈബ്രറിയും ഒരു വലിയൊരു ഗ്രൗണ്ട് പോലെയൊക്കെ ഉണ്ട്. ഇതാണ് പെർപുസ്തക്കാൻ കോലാലംപൂർ, അതായത് ലൈബ്രറി ഓഫ് കോലാലംപൂർ. ഈ കോലാലംപൂർ സിറ്റിയിലെ ഒരു മെയിൻ ലൈബ്രറി ആട്ടോ. ഇവിടെ സ്റ്റുഡൻസിനും റിസർച്ചേഴ്സിനൊക്കെ വന്ന് ബുക്സും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാം. നമ്മളിനി കാണാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കോലാലംപൂറിന് ഈ പേരെങ്ങനെ കിട്ടിയെന്ന് അറിയിക്കുന്ന ഒരു സ്ഥലം. The 2 rivers Yeah. come and join right in the town, center of the town. From here going to the seaside. In Tamil or Hindi they call Sangam. Sangam, yes. Kerala also say Sangam means 2 rivers come and join. Yeah. So this is Sangam, and then this place in a Malay we call Kuala. Kuala means Sangam. Okay, and this old place was 18th century was muddy clay. Clay, you know muddy. Yeah. In Yeah. 18th century, all is muddy, and a Malay word for the muddy is Lumpur. So that's where the Kuala Lumpur, the name is born. Oh. Sangam, muddy became a Kuala Lumpur. റിവർ ഓഫ് ലൈഫിൻ്റെ അടുത്ത് തന്നെ ഒരു സെൻട്രൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ ഷോപ്സും കാര്യങ്ങളും ഫുഡൊക്കെ എല്ലാ സ്റ്റോൾസും അതൊക്കെ അവൈലബിൾ ആണ്. സോ അത് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ കുറേ സ്റ്റോൾസ് ഉണ്ടല്ലേ. ഇവിടെ നമ്മളെ വിജയണ്ണൻ ആരോ വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് സെൻട്രൽ മാർക്കറ്റ്, അഥവാ മലയ് ഭാഷയിൽ പസാർ സെനി. ഇത് ആക്ച്വലി 1888 ബ്രിട്ടീഷാണ് ബിൽഡ് ചെയ്തത്, ഒരു വെറ്റ് മാർക്കറ്റ് പോലെ. പിന്നെ അത് ഹെറിറ്റേജ് ആർട്സ് ആൻഡ് കൾച്ചർ മാർക്കറ്റായി വളർന്നു. ഇപ്പോൾ ഇതൊരു മലേഷ്യൻ ഹെറിറ്റേജ് സൈറ്റാണ്. ഇവിടെ നമുക്ക് കുറേ ഹാൻഡിക്രാഫ്റ്റ്സും ട്രഡീഷണൽ മലായി ക്ലോത്ത്സും വുഡൻ കാവിങ്സും അതുപോലുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. ഇവിടെ ചുറ്റും നോക്കിയാൽ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതായത് കുറേ ടൈപ്പ് ഏഷ്യൻ ഫുഡ്സും ജ്യൂസസും, ചുരുക്കി പറഞ്ഞാൽ ഒരു ഫുഡ് പാരഡൈസ് തന്നെ. Mee goreng, fried noodles. We call mee noodles. We call it mee. Very nice. Right. You see, the interesting in Malaysia, everywhere is a very famous Indian Muslim restaurant. നമ്മൾ അടുത്തതായി കുറച്ച് ടവർസ് കാണാനാണ് വന്നിട്ടുള്ളത്. ഇത് KL ടവർ. ഇതാണ് വേൾഡ്സ് ലോങ്ഗസ്റ്റ് ടെലികമ്മ്യൂണിക്കേഷൻ ടവർ. ഇവിടെ പാർക്കിംഗ് കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഇതാണ് പെട്രോണസ് ട്വിൻ ടവർ. ഇത് മലേഷ്യയിലെ ഒരു ബെസ്റ്റ് ലൊക്കേഷൻ ആട്ടോ. അടുത്തതായി നമ്മൾ വന്നത് ബെലീസ് ചോക്ലേറ്റ് കിങ്ഡമിലാട്ടോ. നമ്മളെ ചേട്ടൻ ഇവിടെ നല്ല ഹോൾഡില്ലത് കാരണം ക്യൂ നിൽക്കാണ്ട് നമുക്ക് കയറാൻ പറ്റും. ഇവിടെ ഫ്രീ ആയി ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ തരും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വാങ്ങിക്കാം. നമ്മളങ്ങനെ ടേസ്റ്റ് ചെയ്ത് അവസാനം ഒരു പാക്കറ്റ് വാങ്ങിച്ചു.
Turkey guys, Turkey. ഈ കാണുന്നതാണ് ഇസ്താന നഗേറ, അതായത് കിങ്സ് പാലസ്. ഇത് ആക്ച്വലി ഇവിടുത്തെ രാജാവിൻ്റെ പാലസാണ്. ഇവിടെ ഓരോ സ്റ്റേറ്റ്സിനും ഓരോ സുൽത്താൻ ഉണ്ടാവും, അതായത് 9 സ്റ്റേറ്റ്സിനും 9 സുൽത്താൻ. അപ്പോൾ ഈ 9 സുൽത്താനിൽ എല്ലാ 5 വർഷം ഒരാൾ രാജാവാകും. അപ്പോൾ ആ രാജാവാണ് ഇവിടെ താമസിക്കുന്നത്. ഈ ഗേറ്റിൻ്റെ 2 സൈഡിലും കുതിരപ്പുറത്ത് ഇരിക്കുന്ന 2 ഗാർഡ്സ് ഉണ്ടാവും. അവരനങ്ങാണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി അവരുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കും. എന്താല്ലേ കൊട്ടാരം, രാസാവിൻ കൊട്ടാരം അല്ലേ. ഞാൻ നേരത്തെ കാണിച്ച മരണ്ടക്ക ടവറില്ലേ, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായ. അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ മേജർ അട്രാക്ഷനായ ബാട്ടു കേവ്സിലോട്ടാണ്. Very good monkeys here. You see, not like Bali monkeys. You heard about Bali? Bali monkeys, they take everything from you. Here, these guys, they don't take your cap, they don't take your glass, they don't take your food. ക്വാലാലംപൂറിൻ്റെ സിറ്റി ട്രാഫിക്കിൽ നിന്ന് മാറി 13 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു മുരുകൻ ടെമ്പിളാണ് ബാട്ടു കേവ്സ്. ഇവിടെ നമുക്ക് 42 മീറ്റർ നീളമുള്ള ഒരു മുരുകൻ്റെ സ്റ്റാച്ചു കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റെപ്സ് കണ്ടോ, റെയിൻബോ കളറിലാണ് പെയിൻറ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ പോയ സമയത്ത് അമ്പലം മൊത്തത്തിൽ അങ്ങ് റീപെയിൻറ്റ് ചെയ്ത് സുന്ദരമായി നിൽക്കുമായിരുന്നു. ഇത് ആക്ച്വലി ഒരു ലൈം സ്റ്റോൺ കേവിൻ്റെ അകത്ത് ബിൽഡ് ചെയ്ത ഒരു ടെമ്പിളാട്ടോ. അതുമാത്രമല്ല ഇത് നാച്ചുറലി ഫോംഡുമാണ്. ഈ അമ്പലം 1981 ഇന്ത്യൻ തമിഴ് ട്രേഡറായ കെ തമ്പുസ്വാമി പിള്ളയാണ് ബിൽഡ് ചെയ്തത്. മൂപ്പർ ഈ കേവിൻ്റെ എൻട്രൻസ് കണ്ടിട്ട് മുരുകൻ്റെ വേല് പോലെ തോന്നിയിട്ടാണ് ഇതൊരു മുരുകൻ ടെമ്പിളാക്കാൻ തീരുമാനിച്ചത്. നേരത്തെ കണ്ട ആ ഗോൾഡൻ സ്റ്റാച്ചു 2006 ബിൽഡ് ചെയ്തത്. ഏകദേശം 3 വർഷം എടുത്തു ഇത് പണിയാൻ. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മൊത്തം കുരങ്ങന്മാരാട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിക്കുക. നമ്മളോട് നമ്മുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞു ഇവിടെ ഹിസ്റ്റോറിക്കൽ ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ $20 കൊടുത്ത് 2 പേർക്ക് അകത്ത് കയറി നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ കയറിപ്പോകുന്നത് കേവ് വില്ലയിലോട്ടാണ്. ഇവിടെ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ സൂ, അതായത് പാമ്പുകളും ലിസർഡ്സും അതൊക്കെ കാണാൻ പറ്റും ഇതിനകത്ത്. സൂവിനകത്ത് ക്യാമറ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ അകത്തൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഡാൻസ് പെർഫോമൻസ് കാണാൻ വേണ്ടി പോവാം. അത് ആക്ച്വലി ചില ടൈം സ്ലോട്ടിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് മയിലിനെ ഇങ്ങനെ കാണുന്നത്. ഈ കാണുന്ന മയിൽ വേറൊരു മയിലിനെ വളയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യായിരുന്നു കേട്ടോ. ഇനി അവസാനമായിട്ട് നമ്മൾ ഇവിടുത്തെ ബാറ്റിക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാൻ പോകണം. ബാറ്റിക് എന്ന് പറഞ്ഞാൽ മലേഷ്യയിലെ ട്രഡീഷണൽ ഫാബ്രിക് ആർട്ടാട്ടോ. ഇത് വെച്ച് ഇവരെ ബാഗും ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കും. So welcome to East Coast Batik. So this is a free hand-drawn batik. Usually the artist will start off with a white piece of material with cotton, silk, cotton and silk material. So this piece is cotton and silk material. ഓക്കെ. Artists will use this pen, instrument called chanting. So giving to how perfect wax, using artists' own imagination to draw out the design for you. അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ബാറ്റിക് ഒരു കംപ്ലീറ്റ്ലി ഹാൻഡ് ഡ്രോൺ ഡിസൈനാണ്. അപ്പോൾ എല്ലാ പീസസും യുണീക്ക് ആയിരിക്കും. ഇതേ ഇവർ വരക്കുന്നത് നോക്കുക, എത്ര എഫേർട്ട്ലെസ് ആയിട്ട്. ഇതിങ്ങനെ ഹാൻഡ് ഡ്രോൺ ആയത് കാരണം നല്ല എക്സ്പെൻസീവും കൂടിയാട്ടോ. പെയിൻറ്റ് ചെയ്ത ശേഷം തുണി ഡ്രൈ ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ ഇത് തൂക്കിയിടും. ഇവരിവിടെ വരുന്ന ടൂറിസ്റ്റിനൊക്കെ ഇതുപോലെ പെയിൻറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും.
ഈ ബോർഡേഴ്സൊക്കെ വാക്സ് ആട്ടോ. അപ്പോൾ അത് വാക്സ് ആയത് കാരണം നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് ബോർഡർ വിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോവില്ല. അതുപോലെ തന്നെ ഈ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത ശേഷം ഈ വാക്സിനെ അവർ മെൽറ്റ് ചെയ്ത് വാഷ് ചെയ്ത് കളയും. കാണുന്ന കേട്ടോ ബാറ്റിക്കിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ്. ഇത് ക്ലോത്തിലാണ് ചെയ്തിട്ടില്ല. ഇതുപോലുള്ള ബാക്കിയുള്ള പ്രൊഡക്ട്സ് നമുക്ക് കണ്ടു നോക്കാം. ചേച്ചി നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞുതരും. Either you can kind of sing a glove, so you don't have to hang on the fashion. You got this, so you can impose. This one, you will share that fry and for the Thank you. So we have an instruction. However, when they are singing to the side, we will do this one. Do this, then you can take it twice. The center, the other side, this one, and this is all. So you can just turn it twice. So we have a scarf here, surround already. താങ്ക് യു. ബാറ്റിക് ക്ലോത്ത്സ് ഒക്കെ നോക്കി നമുക്ക് പിന്നെ ഇത് ഡെയിലി യൂസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കാരണവും പിന്നെ എക്സ്പെൻസീവ് ആയത് കാരണം നമ്മളിത് വാങ്ങിയില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യും. നിങ്ങളും ഇതുപോലെ ട്രാൻസിറ്റ് ടൂർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവം ഇവിടെ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ബൈ ബൈ.